നമസ്കാരം. പല രോഗികളും എത്താറുണ്ട്. ഡോക്ടറെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉത്തേജനമില്ല. പണ്ടൊക്കെ വെളുപ്പിനെ ഉണരുമ്പോൾ എല്ലാ ദിവസവും തന്നെ ലിംഗം ഉദ്ധരിച്ച് നല്ല ബലത്തിൽ നിൽക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഇല്ല. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് മോർണിംഗ് ഇറക്ഷനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അങ്ങനെ ഈ ഒരു പരാതിയുമായിട്ട് വരുന്ന ധാരാളം രോഗികളുണ്ട്. യഥാർത്ഥത്തിൽ മോർണിംഗ് ഇറക്ഷൻ എന്നുള്ളത് എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒന്നല്ല. പലരും ചോദിക്കാറുണ്ട്, പണ്ട് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ല. ഇത് മോർണിംഗ് ഇറക്ഷൻ എന്ന് പറയുന്നത് പുരുഷൻ്റെ ശരീരത്തിൽ പ്രകൃതിദത്തമാ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഇത് ടീനേജിലാണ് ഏറ്റവും കൂടി നിൽക്കുന്നത്. അതായത് കൗമാരത്തിൽ പ്രായപൂർത്തിയായി വരുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രത്യുൽപാദന ശേഷി കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് വെളുപ്പിനെ ഉള്ള ഉദ്ധാരണം ഉണ്ടാകും. അത് മൂത്രസഞ്ചി നിറഞ്ഞ് മൂത്രം നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ സമയത്ത് രാവിലെയുള്ള സമയത്ത് പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനവും ശരീരത്തിൽ കൂടുതലായിരിക്കും. ആ ഒരു സമയത്താണ് മോർണിംഗ് ഇറക്ഷൻ ഉണ്ടാവുക. പലപ്പോഴും പല സ്വപ്നങ്ങളുമായിട്ടൊക്കെ അനുബന്ധിച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഉദ്ധാരണം ഉണ്ടാകാം വെളുപ്പിനെ ഉണരുന്ന സമയത്ത്. ഇതൊരു 10-25 വയസ്സ് വരെയുള്ള പ്രായത്തിൽ വളരെ ഫ്രീക്വൻ്റായിട്ടുണ്ടാവും. അതിനുശേഷം ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഒരു 30 വയസ്സാകുമ്പോഴേക്കൊന്നും എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. ഒരു 15-നും 20-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ മിക്ക ദിവസങ്ങളിലും മോർണിംഗ് ഇറക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു 25 വയസ്സിന് ശേഷം അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരാറുണ്ട്. ഒരു 30 മുതൽ 40 വരെയുള്ള പ്രായമെടുത്താൽ അതിൽ ആ സമയത്ത് ഒരു മാസത്തിൽ ചിലപ്പോൾ 3-4 തവണയായിരിക്കും ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരിക്കലും ഉണ്ടായില്ല എന്ന് വരാം. ഒരു 50-60 വയസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കാം. അതിൻ്റെ തോത് പ്രായം കൂടുന്നതനുസരിച്ച് ക്രമേണ കുറഞ്ഞു വരും. അതിനർത്ഥം ഒരാൾക്ക് ലൈംഗിക ശേഷി കുറവുണ്ട് എന്നല്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ധാരണം കുറഞ്ഞു എന്നല്ല, നഷ്ടപ്പെട്ടു എന്നല്ല. ആ തരത്തിൽ ഫ്രീക്വൻസി ഓഫ് മോർണിംഗ് ഇറക്ഷൻ കുറയുന്നതിനെ ഉദ്ധാരണക്കുറവുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. പ്രായം മാറുന്നതനുസരിച്ച്, പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നത് വളരെ സാധാരണമാണ്. അത് നോർമലായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ടതില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.